ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചന്ദ്രാമയ്ക്കൊരു തമാശ കേൾക്കണോ? ഇവിടത്തെ ആ ഭൂതമില്ലേ, ആ രമാഭൂതം, അവരെ ഈ ഡ്രൈവർ വിളിക്കുന്നത് അമ്മാന്നാ. അമ്മയെന്ന് വിളിക്കാൻ പറ്റിയ സാധനം. നേരത്തെ കൊണ്ടുവരണമെന്ന് കരുതിയതാ, അവിടെയുള്ളവര് കഴിച്ചപ്പോ താമസിച്ചു. അതൊന്നും സാരമില്ല ചേച്ചി, ഞാനും അമ്മയും വീട്ടിലും താമസിച്ചാ കഴിക്കാറ്, അല്ലേ അമ്മ? അല്ല, നീ എന്തുദ്ദേശത്തിലാ എന്നെ ചേച്ചിന്ന് വിളിക്കുന്നെ? എനിക്കേ നിന്റെ അമ്മയുടെ പ്രായമുണ്ട്. അപ്പൊ ഞാൻ എന്താ വിളിക്കാ? നീ എന്നെ അമ്മാന്ന് വിളിച്ചോ? ഓക്കെ ചന്ദ്രമ്മേ. ആ, നിങ്ങൾ കഴിക്കേ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ആ, ഇനി എന്തെങ്കിലും ജോലി ബാക്കിയുണ്ടോ? എങ്കിൽ ഞാനും കൂടെ സഹായിക്കാം. ഇനി ഗേറ്റും കൂടി അടച്ചാ ബാക്കിയെല്ലാം തീർന്നു. ഞാൻ തുറന്ന ഗേറ്റ് ഞാൻ തന്നെ അടച്ചിട്ട് വരാം. ചന്ദ്രമ്മ റെസ്റ്റ് എടുക്ക്. നിന്റെ വാച്ച് അവിടെ? നീ തെണ്ടി തിരിഞ്ഞ് വന്ന് കയറിയപ്പോ തന്നെ ഞാനത് ശ്രദ്ധിച്ചതാ. പാവങ്ങൾക്ക് ദാനം കൊടുക്കുന്നതൊക്കെ നിന്റെ ഇഷ്ടം. അത് പക്ഷേ ഞാനും ഇവനും ഉണ്ടാക്കുന്ന പണത്തിന്റെ പുറത്താവരുത്. വലിയൊരു കർണം വന്നിരിക്കുന്നു. ഹലോ മാഷേ, എന്താ ഇങ്ങനെ ഇരുട്ടത്ത് നിൽക്കുന്ന? ഒന്നുമില്ല. ആ, അതല്ലല്ലോ, എന്തോ ഒരു വിഷമ മുഖത്തുണ്ട്. എന്താണെങ്കിലും പറഞ്ഞോ. അത് അമ്മ വഴക്ക് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന്. അമ്മ വഴക്ക് പറഞ്ഞ വിഷമിക്കുന്ന പ്രായമാണോ? അല്ല, അമ്മയോ? ഏതമ്മ? അല്ല, എനിക്ക് ജോലി ചെയ്യുന്ന ആളാണല്ലോ രമ മാഡം. മേഡം എനിക്ക് അമ്മയെ പോലെയാ. അയ്യേ, ആ സ്ത്രീ അമ്മയോ? ഓ, ആ താടകയൊക്കെ ആരെങ്കിലും അമ്മയെന്ന് വിളിക്കോ? പിന്നെ വിളിക്കാം, ചന്ദ്രാമ്മ. എനിക്ക് ചന്ദ്രാമ്മ അമ്മയെന്ന് വിളിച്ചൂടെ? ഞാൻ ഇത്രയും വലിയൊരു ഉപദേശം തന്നിട്ട് താൻ എന്തിനിങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്നേ? ഒന്ന് ചിരിക്കണോ എന്റെ ഡ്രൈവറെ? ആ, ചന്ദ്രാമ്മയ്ക്കൊരു തമാശ കേൾക്കണോ? ഇവിടത്തെ ആ ഭൂതമില്ലേ, ആ രമാഭൂതം, അവരെ ഈ ഡ്രൈവർ വിളിക്കുന്നത് അമ്മാന്നാ. അമ്മയെന്ന് വിളിക്കാൻ പറ്റിയ സാധനം. ചന്ദ്രാമ്മേ, വാ നമുക്ക് കഴിക്കാം. മോള് പൊയ്ക്കോ, ഞാൻ വന്നോളാം. ശരി. സാർ ഇവിടുത്തെ മോനാന്നുള്ള കാര്യം ആ കുട്ടിക്ക് അറിയില്ല. സോറി സർ. ഞാൻ പറഞ്ഞു കൊടുത്തോളാം ആ കുട്ടിക്ക്. അല്ല, ആരായി കക്ഷി? അത് എന്റെ കൂട്ടുകാരി സീതയുടെ മോളാ. ഞാനും സീതയും പണ്ട് ഓർഫനേജില് ഒരുമിച്ചായിരുന്നു. ചെല്ല്, ചന്ദ്രാമ്മ കഴിക്കേ. ശരി സർ. സാറോ? ശരി മോനെ. ചന്ദ്രാമ്മ, പിന്നെ ആ ഡ്രൈവറുടെ കേസില്ലേ, തൽക്കാലം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. തൽക്കാലം പറയാൻ പോണ്ട. നാളെയാണ് ഞാൻ കാത്തിരുന്ന ദിവസം. കോഫി ഷോപ്പിൽ നിന്നും ബായ് പറഞ്ഞു പിരിയുമ്പോ വീണ്ടും വീണ്ടും കാണണമെന്നും സംസാരിക്കണമെന്നും തോന്നത്തക്കവണ്ണം എന്തെങ്കിലും അർജുന്റെ മനസ്സിലുണ്ടാവണം. അതെങ്ങനെ? ആകെയുള്ള സമയം ഒരു കോഫി കുടിക്കുന്ന സമയം. അതിനുള്ളില് നീ പറഞ്ഞതൊക്കെ നടക്കുവോ? ഇതൊക്കെ നടത്തിയെടുക്കാൻ എനിക്കൊരു ടാക്സി ഡ്രൈവറിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ടാക്സി ഡ്രൈവറോ? അതെ, വെറും ഒരു ടാക്സി ഡ്രൈവർ.
ടാക്സി ഡ്രൈവറാന്ന് തോന്നുന്നു. ഞാൻ അയാളുടെ അടുത്തേ എന്റെ പ്ലാൻ എന്താന്ന് പറഞ്ഞിട്ട് വരാം. ഹലോ ഹലോ മോളെ, അച്ഛനാ. അയ്യോ തുമ്പി മോളെ, കേൾക്കുന്നില്ലേ? ആ കേൾക്കുന്നുണ്ട്. അച്ഛൻ പറ. മോളെ, അമ്മയും കല്യാണിയും സുഖമായിട്ടിരിപ്പുണ്ടല്ലോ അല്ലേ? അതിന് അവരെന്റെ അടുത്തോട്ട് വന്നിട്ടില്ലല്ലോ. അയ്യോ, വന്നില്ലേ? ഞാൻ അവരെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണല്ലോ. അച്ഛൻ ടെൻഷൻ ആവണ്ട. അവര് എവിടെ ഉണ്ടെങ്കിലും ഞാൻ അന്വേഷിച്ചോളാം. തുമ്പി മോളെ, അവരെ എത്രയും വേഗം കണ്ടെത്തണം നമുക്ക്. ഇല്ലെങ്കിൽ അച്ഛാ, ഞാനേ പുറത്താ, കുറച്ച് തിരക്കുണ്ട്. ഞാൻ അച്ഛനെ വിളിക്കാം. അയ്യോ ദൈവമേ, ഒരു തുമ്പിമോള് ശല്യം. ഏട്ടാ, നല്ലോണം ഒരുങ്ങിയിട്ടുണ്ടല്ലോ. എങ്ങോട്ടാ? ഒന്ന് പുറത്തു പോണം. ആ, നല്ല ഷർട്ട്. ഏട്ടനിത് നന്നായിട്ട് ചേരുന്നുണ്ട്. മോനെ മഹി, എന്തേട്ടാ? നീ ഇപ്പോഴേ ഇങ്ങോട്ട് വന്ന ആവശ്യം എന്താന്ന് പറ. അത് വേറൊന്നുമല്ല. ഇന്നാളൊരു ദിവസം ഞാൻ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടന്റെ കാര്യം പറഞ്ഞില്ലേ, അതൊന്ന് സംസാരിക്കാൻ വന്നതാ. അതിനിപ്പോ സംസാരിക്കാൻ എന്തിരിക്കുന്നു? അന്നേ ഞാൻ പറഞ്ഞില്ലേ പറ്റില്ലെന്ന്. അങ്ങനെ പെട്ടെന്നൊരു നോ പറയല്ലേ ഏട്ടാ. പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു വിട്ടാ വേറൊരു മാർഗം ഇല്ലാണ്ടാവും ജീവിക്കാൻ. വാടക വീടും ആ ചേട്ടന്റെ ഭാര്യയുടെ ചികിത്സയ്ക്കും ഒക്കെ ആയി മാസം നല്ലൊരു തുക വേണം. അതാ ഞാൻ പറഞ്ഞത്. നീ ഈ പറഞ്ഞ സെക്യൂരിറ്റി ചേട്ടനെ ഇപ്പൊ തന്നെ 50 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. അങ്ങനെ ഒരു വൃദ്ധനെ സെക്യൂരിറ്റി ആകാൻ പറ്റില്ല. ഏട്ടാ, പറ്റില്ലെന്ന് പറഞ്ഞാ പറ്റില്ലെന്ന് തന്നെയാ. നിനക്കറിയാലോ, എന്റെ നോ എന്നും എനിക്ക് നോ തന്നെയാ. വേറൊന്നും പറയാനില്ലെങ്കിൽ നീ പോവാൻ നോക്ക്. ചായ. നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നല്ലേ അനുവാദമില്ലാതെ ഈ മുറിയിലോട്ട് കയറി വരില്ലെന്ന്. എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്? എന്താ എന്താ ഇവിടെ? അച്ഛാ, ഇവരോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, എന്റെ അനുവാദമില്ലാതെ എന്റെ ഈ മുറിയിലേക്ക് വരരുതെന്ന്. എത്ര പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവില്ല. വല്ലാത്ത കഷ്ടം തന്നെയാ. പൊയ്ക്കോ. എല്ലാം പഠിപ്പിച്ച അമ്മ നിന്നെ അമ്മയുടെ പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചില്ലേ? ബിസിനസ് ചെയ്യാനും പണമുണ്ടാക്കാനും പഠിത്തം കൊണ്ട് പറ്റും. മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണമെന്നും പെരുമാറണമെന്നും പഠിക്കുന്നത് വീട്ടിൽ നിന്നാ. നിന്റെ ചില നേരത്തെ സംസാരം കേൾക്കുമ്പോ അച്ഛന് വിഷമം തോന്നാറുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം സന്ദർഭങ്ങൾ നീ ഒഴിവാക്കണം, പ്ലീസ്. സോറി. അതെ, കുറെ നേരമായി ഇവിടെ കാറ് നിർത്തിയിടാൻ തുടങ്ങിയിട്ട്. എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ പറയ്. സർവീസ് സെന്ററിൽ നിന്ന് ഓണർ അറിയാതെ അല്പനേരത്തേക്ക് വാടകയ്ക്ക് എടുത്തതാ. അധികം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി പറ്റോ? ഇപ്പൊ പറ്റും. ഓക്കെ.